അമ്മാമേ എന്താ മോളെ സുഖല്ലേ? സുഖാണ് അമ്മൂമ്മ. കണി വെക്കാൻ വേണ്ടിട്ടേ വിളക്കൊക്കെ കഴുകുമായിരുന്നു. നോക്കുമ്പോ ഇതിന്റെ ഈ ക്ലാവാ തോന്നുന്നുണ്ട് പോകും. ചാണകല്ലല്ലോ, ചാണകം ഉണ്ടെങ്കിൽ ചാണകം ഇട്ടിട്ട് കുറച്ചു നേരം വെച്ചാ തിളക്കം വരൂലേ? പോവും, ഇതൊക്കെ പോവും. കൊറേ കഴുകി. അപ്പൊ ഇത് മാത്രം ഇനിയിപ്പോ വൃത്തിയാക്കാനുള്ളൂ. അതും കൂടി ഉള്ളു. ഇതൊക്കെ റെഡിയായോ? അതൊക്കെ നേരത്തെ കഴുകി വെച്ചു അമ്മമ്മ. കവുങ്ങൻ തൈയൊക്കെ പിടിച്ചുല്ലേ? കവുങ്ങൻ തൈ പിടിച്ചു. കറിവേപ്പില മാത്രം അങ്ങട് കറിവേപ്പ് അന്ന് അവിടുന്ന് കൊണ്ടുവന്ന് പിടിച്ചുവോ? പിടിച്ചു അതന്നെ ഇതെയാ. ഇതെന്താ കുട്ടി വെയിലത്ത് വെച്ചേക്കണം? അത് ഞാൻ അവിടെ കഴിക്കല്, പക്ഷെ ഇവിടെ അറിഞ്ഞ് വെച്ചതാണ്. ശരി. തട്ടണ്ടാട്ടാ ശരി. അമ്മമ്മ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് തരാട്ടപ്പ. കുറച്ച് മതി കേട്ടോ, മധുരം കുറച്ച് മതി കേട്ടോ. ചായയും കുറച്ച് മതി. എന്നിട്ട് രാവിലെ കഴിച്ചേ? രാവിലെ ഇഡ്ഡലി കഴിച്ചു. ആ സഞ്ചിയിലേ പെൻഷൻ വാങ്ങാൻ പോയപ്പോ ഒരു കടയിൽ കയറി. അപ്പൊ നല്ലൊരു പട്ടുപാവാട കണ്ടു മോൾക്ക്. അപ്പൊ അത് വാങ്ങിയിട്ടുണ്ട്. പറ്റുമോ നോക്കൂ, പറ്റുമെങ്കിൽ എടുക്കാലോ. വിഷുവായിട്ടേ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് മോളെ. സാധനങ്ങൾ വാങ്ങിയിട്ടില്ല മാമ, ഇനി വെയിലാറിയിട്ട് പോണം. നമുക്ക് വിഷുവിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അറിയോ? വേണ്ട സാധനങ്ങള് വെള്ളരിക്ക മെയിനാ, പിന്നെ ആപ്പിള്, ഓറഞ്ച്, പച്ചരി, ഉണങ്ങല്ലരി ഉണ്ടോ ഇവിടെ? ഇവിടെ ഇരിക്കുന്നുണ്ട് തോന്നണം. അത് മതി. പിന്നെ ചന്ദനത്തിരി, വെറ്റിലടയ്ക്ക. വെറ്റിലടയ്ക്ക നമ്മുടെ തൊടിയിലുണ്ടാവും. അത് മതി കുട്ടി. അത് ഇവിടെ ഉണ്ടാവും. നാളികേരം, സ്വർണം പിന്നെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വെക്കാം. സ്വർണം വെക്കണമല്ലോ. പിന്നെ കോടിമുണ്ട്, കസുവിന്റെ, ഭഗവാന്റെ മെയിന് ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ ഒരു ഫോട്ടോ. ഭഗവാന്റെ ഫോട്ടോ ഇല്ലേ? കോടിമുണ്ട്, കോടി കസവുമുണ്ട്, പിന്നെ വെള്ളരിക്ക, പച്ചരി, ഉണങ്ങല്ലരി, ഇത്രയൊക്കെ തന്നെ വേണ്ടേ? കൊന്നപ്പൂവ് കിട്ടില്ലേ? ഞാൻ പോയിട്ട് വരാട്ടോ. അപ്പൊ സാധനങ്ങളൊക്കെ മറക്കാതെ വാങ്ങിക്കോളൂ കേട്ടോ. അല്ല കുട്ടി കയ്യിൽ വെക്കണോ? വേണ്ട പൈസ കയ്യിൽ വെച്ചോളൂ. ഇല്ല ഉണ്ട്. അമ്മ ഞാൻ വരുമ്പോ മുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടിയില്. മുരുക്കും പെട്ടിയില് മുണ്ട് ഇരിക്കണ്ട, മാറിക്കോളും. അഞ്ചു വരാറായില്ലേ? എന്താ എത്ര നേരമായി കുട്ടി പോയിട്ട്? സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നോ? ആര് കണ്ട്? സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ? വിഷു അല്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു.
പണ്ടൊക്കെ ചക്കയും മാങ്ങയൊക്കെ നമ്മളെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ആപ്പിളോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടു. ഇപ്പൊ എല്ലാം വാങ്ങണം. വിഷുവിന്റെ ഐതിഹ്യം എന്താന്ന് മോൾക്ക് അറിയോ? പണ്ടേ അഹങ്കാരിയും ശക്തനുമായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉപദ്രവം. അവന്റെ പേര് നരകാസുരൻ. രാജാക്കന്മാർക്കും ഒക്കെ ഉപദ്രവമുള്ള ഈ അസുരനിൽ നിന്ന് രക്ഷ നേടാനേ എല്ലാവരും കൂടി എന്ത് ചെയ്തു അറിയോ? ശ്രീകൃഷ്ണന്റെ അടുത്ത് പോയി. എന്നിട്ട് കാര്യം പറഞ്ഞു. അസുരനെ ഒരു വരം സമ്പാദിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് മാത്രമാണ് അയാളെ വധിക്കാൻ പറ്റൂന്ന് ഒരു വരം. ആ ഭൂമിദേവിയാണ് അദ്ദേഹത്തിന്റെ അമ്മേ. അപ്പോ ഭൂമിദേവിയുടെ അവതാരാണ് സത്യഭാമ. അപ്പൊ ശ്രീകൃഷ്ണൻ സത്യഭാമയും കൊണ്ട് ഗരുഡ വാഹനത്തില് നരകാസുരന്റെ കോട്ടയിലേക്ക് പോയി. അവര് തമ്മില് ഘോര യുദ്ധം നടന്നു. അവസാനം സത്യഭാമയുടെ കൈകൊണ്ട് നരകാസുരൻ കൊല്ലപ്പെട്ടു. അതാണ് കഥ. അപ്പോ നരകാസുരന്റെ ശല്യം തീർന്നല്ലോ. അത് ആഘോഷിക്കാനാണ് നമ്മള് വിഷു ആഘോഷിക്കണത്. കഥ. ഈ നാളെ വിളക്ക് കത്തിക്കണ്ടേ? വെളിച്ചാകുമ്പോ അതിലേക്കുള്ള തിരി ഉണ്ടോ? ആ തിരി ഇട്ടാലേ നമുക്കൊക്കെ റെഡിയാക്കി വെക്കാം. രാവിലെ പിന്നെ കുളത്തല്ലേ വേണ്ടു. ശരി. രണ്ടെണ്ണ അല്ലേ? കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരി വെക്കണതിന്റെ കാര്യം. ഇത് സൂര്യന് ഉച്ചയ്ക്ക് ശേഷം, ഇത് രാവിലെ. രാവിലെ ഉള്ളത് കിഴക്കോട്ട്, ഉച്ചയുള്ളത് പടിഞ്ഞാട്ട്. ചീന്തി തരും. ഇതിപ്പോ എന്തിനാ? ഒരു കുഞ്ഞിച്ചൂലി ഉണ്ടാക്കാൻ. ആഹാ. അപ്പൊ കത്തിയോ? കത്തി അവിടെ ഇരിക്കുന്നു. അമ്മ അവിടെ വെച്ചിട്ടുണ്ട് കത്തി. അപ്പൊ എവിടുന്ന കിട്ടിയേ? ഞാൻ താഴത്തെ വളർത്തുന്ന എടുത്തോണ്ട് വരണം. അയ്യോ, ഇപ്പൊ പട്ടയില്ല, ഒന്നുമില്ല അല്ലേ? തെങ്ങുമില്ല പഴയ മാതിരി. ഇതിപ്പോ എന്താ ജോലി ചെയ്യേണ്ടിട്ട് എന്താ കാര്യം? ഒരു കുഞ്ഞിച്ചൂലി കിട്ടും. കുഞ്ഞിച്ചൂലിനെ അല്ലോ. ഈ ഇരിക്കലൊന്നും പോരാ കുട്ടിയെ. ഇതുണ്ടാക്കും, കണ്ണറ ഉണ്ടാക്കും, പിന്നെ കാറ്റാടി ഉണ്ടാക്കും കുട്ടികൾക്ക് കളിക്കാൻ. കച്ചോലുണ്ടല്ലേ? ആ, പന്ത് ഉണ്ടാക്കാം. പിന്നെ തടുക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഒന്നിനും വയ്യ, ഇരിക്കണ്ടേ? ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ വയ്യ. ആ, നിക്കൊരു പമ്പര ഉണ്ടാക്കിയതായോ? അതെ, ഓർമ്മയൊന്നും ഇല്ല. നോക്കിയോക്കോ. എന്നാലും എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി തരാം. ഇങ്ങനെയല്ല, പുറം കൂടെ വരണം. മാസത്തിലുണ്ടാക്കാം. എന്നാ കാറ്റുണ്ടാവൂലോ, നല്ലോണം പറക്കും. ടട്ടേന്ന് പറന്നു പോവും. ഇങ്ങനെ കാറ്റ് കൊണ്ടു തന്നെ പറക്കും.